ഹായ് എവരി വൺ, AKR പീസ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രതീക്ഷിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി മുദ്രാ യോജന. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി മുദ്രാ യോജന. തിരുവിതാംകൂറിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വിരുത്തി ഭൂമി. തിരുവിതാംകൂറിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വിരുത്തി ഭൂമി. വർഷ ബീമ ഇൻഷുറൻസ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മഴക്കെടുതി. വർഷ ബീമ ഇൻഷുറൻസ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മഴക്കെടുതി. ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി മൈക്രോ ഫിനാൻസ്. ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി മൈക്രോ ഫിനാൻസ്. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ആസ്ട്രോസാറ്റ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ആസ്ട്രോസാറ്റ്. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഗ്യാൻ ദർശൻ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഗ്യാൻ ദർശൻ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ദാദാഭായ് നവറോജി. വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ച വർഷം 2011 ഓഗസ്റ്റ് 5. വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നാസ ജൂണോ എന്ന പേടകം വിക്ഷേപിച്ച വർഷം 2011 ഓഗസ്റ്റ് 5. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബദൂരം ഉന്നതി. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബദൂരം ഉന്നതി. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയറ് വർഷം ആചരിച്ചത് 2016. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയറ് വർഷം ആചരിച്ചത് 2016. സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം കൈക്കോഗ്രാഫ് കണ്ടുപിടിച്ചത് JC ബോസ്. സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം കൈക്കോഗ്രാഫ് കണ്ടുപിടിച്ചത് JC ബോസ്. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പേസ്. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പേസ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രി. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നതെന്ത്? വാടക ഗർഭധാരണ നിയന്ത്രണം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നതെന്ത്? വാടക ഗർഭധാരണ നിയന്ത്രണം.
2014 ജൂൺ 2 നിലവിൽ വന്ന സംസ്ഥാനം തെലുങ്കാന. 2014 ജൂൺ 2 നിലവിൽ വന്ന സംസ്ഥാനം തെലുങ്കാന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. കൽക്കട്ട ക്രോമസോം ആരുടെ രചനയാണ്? അമിതാവ് ഘോഷ്. കൽക്കട്ട ക്രോമസോം ആരുടെ രചനയാണ്? അമിതാവ് ഘോഷ്. അന്ത്യോദയ അന്നയോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ. അന്ത്യോദയ അന്നയോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഓരോ പള്ളിക്കുമൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓരോ പള്ളിക്കൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധ്. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധ്. 1857 കലാപം ഒരു സംഭവമല്ല ഒട്ടേറെയാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? CA ബെയ്ലി. 1857 കലാപം ഒരു സംഭവമല്ല ഒട്ടേറെയാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? CA ബെയ്ലി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെ? മൺസൂൺ കാറ്റുകൾ. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെ? മൺസൂൺ കാറ്റുകൾ. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ചപേക്കർ സഹോദരന്മാർ. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ചപേക്കർ സഹോദരന്മാർ. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരി പൊക്കാളി അരി. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരി പൊക്കാളി അരി. ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരം ഉരുക്ക്. ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരം ഉരുക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത MS ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത MS ഫാത്തിമ ബീവി. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതാണ് ആ യന്ത്രം? ആവിയന്ത്രം. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതാണ് ആ യന്ത്രം? ആവിയന്ത്രം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഭരിക്കുന്ന രാജ്യം ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശം ഭരിക്കുന്ന രാജ്യം ജപ്പാൻ. ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനം. ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനം. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് മക്തി തങ്ങൾ. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് മക്തി തങ്ങൾ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പട്ടണം ജെറീക്കോ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പട്ടണം ജെറീക്കോ. പൊക്രാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. പൊക്രാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയിൽ സാമ്പത്തികാസൂത്രണം ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ സാമ്പത്തികാസൂത്രണം ആരംഭിച്ച വർഷം 1951. ദേവരായൻ ഒന്നാമന്റെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഇറ്റലിക്കാരൻ നിക്കോളോ കോണ്ടി. ദേവരായൻ ഒന്നാമന്റെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഇറ്റലിക്കാരൻ നിക്കോളോ കോണ്ടി. ഗ്രാമ്പൂവിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മഡഗാസ്കർ. ഗ്രാമ്പൂവിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മഡഗാസ്കർ. അങ്കോർവത്ത് ക്ഷേത്രം പണിയെടുപ്പിച്ച രാജാവ് സൂര്യവർമ്മൻ. അങ്കോർവത്ത് ക്ഷേത്രം പണിയെടുപ്പിച്ച രാജാവ് സൂര്യവർമ്മൻ.
ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ. ക്രാണശക്തി ഉപയോഗിച്ച് ആഹാരം കണ്ടെത്തുന്ന പക്ഷി കിവി. ക്രാണശക്തി ഉപയോഗിച്ച് ആഹാരം കണ്ടെത്തുന്ന പക്ഷി കിവി. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. നമ്മൾ ഡിസ്കസ് ചെയ്ത് LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ചോദ്യങ്ങളാണ്. 50 ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കോട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.